ഒരുപാട് മെയിലുകൾ വരുന്നതിന്റെ കൂട്ടത്തിൽ പ്രധാനപ്പെട്ട മെയിലുകൾ ഉണ്ടാവും, സൂക്ഷിച്ചു വെക്കേണ്ട മെയിലുകൾ ഉണ്ടാവും. നമുക്ക് വരുന്ന മെയിൽ, പ്രധാനപ്പെട്ട മെയിൽ ഒരു PDF ആക്കിയിട്ട് എങ്ങനെ സൂക്ഷിച്ചു വെക്കാൻ നോക്കുക. അത് സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. നമ്മളെ ഫോണിന്റെ ഫയൽ മാനേജറിൽ PDF ആക്കി നമുക്ക് സൂക്ഷിച്ചു വെക്കാം. അതിന് വേണ്ടത് എന്താ വെച്ചാൽ, നിങ്ങൾ മെയിൽ ഓപ്പൺ ചെയ്താൽ, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്ന് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഒരു മെയിൽ അത് ഓപ്പൺ ചെയ്യാം. മെയിൽ ഓപ്പൺ ചെയ്തിട്ട് നമുക്കിത് കാണുന്നുണ്ടല്ലേ, ഈ മെയിലിന്റെ മേലെ 3 കുത്തുണ്ടാവും. അതിൽ ജസ്റ്റ് ഒരു കുത്ത് കൊടുത്താൽ ഇവിടെ പ്രിന്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആ പ്രിന്റ് കൊടുക്കുക. പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഐക്കൺ കാണാം, സേവ് ടു PDF എന്നുള്ള ഒരു ഐക്കൺ. ഇതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്താൽ നമ്മളെ ഫോണിലെ ഫോൾഡർ എല്ലാം കാണും. അതിൽ ഏത് ഫോൾഡറിലാണോ നിങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കേണ്ടി ആ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്തിട്ട് ഇവിടെ ഡണ്ണ് കൊടുത്ത് ആ മെയിൽ അവിടെ PDF ആയിട്ട് സേവ് ആയി കഴിഞ്ഞ്. ഇനി നമുക്ക് അതൊരാൾക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ ജസ്റ്റ് വാട്സപ്പ് കൂടെ സെൻഡ് ചെയ്യുന്ന കാണിച്ചു തരാം. വാട്സപ്പ് എടുത്ത് ഒരു കോണ്ടാക്ട് എടുത്ത് ഇവിടെ ഈ കൊക്കയും കൊളത്തും ക്ലിക്ക് ചെയ്തിട്ട് ഡോക്യുമെന്റ് എന്നുള്ള സെക്ഷൻ എടുക്കുക. ഡോക്യുമെന്റ് എന്നുള്ള സെക്ഷൻ എടുത്താൽ ബ്രൗസ് ഡോക്യുമെന്റ് കൊടുത്താൽ ഇവിടെ ഇതാ നമ്മൾ സേവ് ചെയ്ത ആ മെയിൽ ഇവിടെ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് PDF ആയിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. കണ്ട, ഇത് ഓപ്പൺ ചെയ്യുന്നവർക്ക് ഗൂഗിൾ ഡ്രൈവോ അല്ലെങ്കിൽ ഏതെങ്കിലും PDF റീഡർ വെച്ചിട്ട് അത് ഓപ്പൺ ചെയ്ത് കാണുകയും ചെയ്യാം. സംഭവം അങ്ങനെ നിങ്ങൾക്ക് അറിയാനോ? ഇങ്ങനെ കുറെ ചെറിയ ചെറിയ ലൊട്ടുലൊടുക്ക് ട്രിക്കുകൾ ഉണ്ട്, അധികാരം ശ്രദ്ധിക്കപ്പെടാത്ത ഉപകാരമുള്ള ഫീച്ചറുകൾ. ഇതിനെപ്പറ്റിയൊക്കെ ഇടക്കിടക്ക് ഇങ്ങനെ എന്തെങ്കിലും വീഡിയോ ഇട്ടുകൊണ്ടിരിക്കും. ഒന്ന് ഫോളോ ചെയ്ത് വെച്ച് നിങ്ങൾക്ക് അത് കിട്ടിക്കോളൂ. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്താൽ നമുക്ക് ഡബിൾ ബൂസ്റ്റ് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മേപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.